Hello and welcome to my YouTube channel. S1 Machine Learning. S1 ഒരു എലക്ടീവ് സബ്ജക്റ്റാണ് മെഷീൻ ലേണിംഗ് CSE ഡിപ്പാർട്ട്മെൻറ്റിൽ 2019 സ്കീം പ്രകാരം. ഇതാണ് അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 ഓവർവ്യൂ ഓഫ് മെഷീൻ ലേണിംഗ്, അതായത് നമ്മൾ മെഷീൻ ലേണിംഗ് എന്താണ്, ഇതിൻ്റെ പാരഡൈംസ്, പിന്നെ 2 പ്രോബ്ലംസ് MLE വെച്ചിട്ട് മാപ്പ് വെച്ചിട്ട്, പിന്നെ സൂപ്പർവൈസർ ലേണിംഗ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. തേർഡ് മൊഡ്യൂളിൽ ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് സപ്പോർട്ട് വെക്ടർ മെഷീൻ. ഫോർത്ത് മൊഡ്യൂളിൽ അൺസൂപ്പർവൈസർ ലേണിംഗ് ആൻഡ് മൊഡ്യൂൾ 5 ക്ലാസിഫിക്കേഷൻ അസസ്മെൻറ്റ്. സോ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം മെഷീൻ ലേണിംഗ്. ഫസ്റ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗും മെഷീൻ ലേണിംഗ് പാരഡൈംസിനെയൊക്കെ കുറിച്ചിട്ടുള്ളതാണ്. സോ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗീവ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് മെഷീനെ ലേൺ ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സിന് എബിലിറ്റി കൊടുക്കണം ടു ലേൺ വിത്തൗട്ട് ബീയിങ്, കുറേ പ്രോഗ്രാം ചെയ്യാതെ തന്നെ മെഷീൻ സ്വയം ലേൺ ചെയ്യണം. By the definition of others only. So machine learning is an application of AI that provides systems the ability to automatically learn and improve from experience without being explicitly programmed. Machine learning focuses on the development of computer programs that can access data and easily learn for themselves. The process of learning begins with the observation of data, such as example, direct experience or instruction, in order to look for patterns in data and make a better decision in the future based on the example that we provide. The primary aim is to allow the computers to learn automatically without human intervention or assistance and adjust action accordingly. സോ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യാണ് ടു ലേൺ വിത്തൗട്ട് കൂടുതൽ പ്രോഗ്രാം ചെയ്യാതെ കുറേ കൺസെപ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനെ ട്രെയിൻ ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ്. സോ അതിന് നമ്മൾക്ക് ഫോർമലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് with respect to some class or task T and performance measure P. If its performance at a task T as measured by P improve with experience. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലേൺ ചെയ്യുന്നത് എക്സ്പീരിയൻസിനാണ്. എക്സ്പീരിയൻസ് ലൂടെയാണ് വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓർ ടാസ്ക് ടി. അതിൻ്റെ പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത് പി ആണ്. അത് ഇംപ്രൂവ് ചെയ്യുന്നത് എക്സ്പീരിയൻസിലൂടെ. എക്സാമ്പിൾ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ ലേണിംഗ് പ്രോഗ്രാം. അതിൽ ടാസ്ക് ടി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് അല്ലെങ്കിൽ വേർഡ്സ് ഏതാണോ അത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ടാസ്ക് ടി. പെർഫോമൻസ് മെഷർ ഇവിടെ യൂസ് ചെയ്യുന്നത് എത്ര വേർഡ്സാണ് കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ട്രെയിനിങ് ചെയ്യണം. ഡാറ്റ സെറ്റ് ആൻഡ് റിട്ടൺ വേർഡ്സ് വിത്ത് ഗിവൺ ക്ലാസിഫിക്കേഷൻ. ദിസ് ഫിഗർ ഷോസ് ഹൗ ദ മെഷീൻ ലേണിംഗ് വർക്ക്സ്. സോ വി ഗിവ് ദ ഇൻപുട്ട് പാസ്റ്റ് ഡാറ്റ ദാറ്റ് വിൽ ബി ട്രെയിൻഡ് യൂസിങ് സം മെഷീൻ ലേണിംഗ് അൽഗോരിതം ആൻഡ് ബിൽഡ് എ ലോജിക്കൽ മോഡൽ. മോഡൽ ബിൽഡ് ചെയ്യണം, ദെൻ ടെസ്റ്റ് ഡാറ്റ കൊടുക്കണം, അത് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. These are the applications of machine learning. Recognition problem, അതേപോലെ ട്രാൻസ്ലേഷൻ പ്രോബ്ലം, പ്രഡിക്ഷൻ പ്രോബ്ലം, ഇതെല്ലാം മെയിൻലി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, ഇതൊക്കെ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, മെഡിക്കൽ ഡയഗ്നോസിസ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ഓൺലൈൻ ഫ്രോഡ് ഡിറ്റക്ഷൻ, virtual personal assistant, email spam and malware filtering, self-driving car, product recommendation problem, traffic prediction, speech recognition, image recognition, etc. മെഷീൻ ലേണിങ്ങിനെ മെയിൻലി 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്.
അവയെ മെഷീൻ ലേണിംഗ് പാരഡൈംസ് എന്ന് വിളിക്കാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ സബായിട്ട് വരുന്നതാണ് രണ്ട് കാറ്റഗറീസ്. ഒന്ന് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, പിന്നെ റിഗ്രഷൻ പ്രോബ്ലം. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്നതാണ് ക്ലസ്റ്ററിങ്ങും അസോസിയേഷനും. പിന്നെ മൂന്നാമത്തെ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതിന് ക്ലാസിഫിക്കേഷനും അതിന് സബ് ക്ലാസ്സുകളൊന്നുമില്ല. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിൽ വരുന്നതാണ് ക്യൂ ലേണിംഗ്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മോഡലിനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അതിലൊരു കറക്റ്റ് ടാർഗറ്റ് എന്താണെന്ന് മോഡലിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ലാബിൾഡ് ഡാറ്റ ആയിരിക്കും. അതായത് ടാർഗറ്റ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഡാറ്റ സെറ്റിൽ പ്രസൻ്റ് ആയിരിക്കും. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് ദ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ഇൻ വിച്ച് machines are trained using well-labeled training data, and on basis of that data, machine predict the output. ലാബിൾഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഇൻപുട്ട് ഡാറ്റേനെ കറക്റ്റായിട്ട് അതിൻ്റെ എന്താണോ ഔട്ട്പുട്ട് വേണ്ടത് അതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യണതും ട്രെയിൻ ചെയ്യണതും. So labeled data means some input data that is already tagged with the correct output. In supervised learning, the training data provided to the machine work as the supervisor that teaches the machine to predict the output correctly. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണോ പഠിപ്പിക്കണം അതേപോലെ ഈ ലാബിൾഡ് ട്രെയിൻഡ് ഡാറ്റ വെച്ചിട്ട് മെഷീന് ലേൺ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പാം ക്ലാസിഫിക്കേഷൻ. ആ പ്രോബ്ലത്തിന് നമ്മൾ ഇപ്പോൾ ഡാറ്റ ആയിട്ട് കൊടുക്കുന്നത് കുറേ മെയിൽ കണ്ടൻസും പിന്നെ അതിൻ്റെ കറക്റ്റ് ചില സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് സ്പാമാണ്, ചില സെൻറ്റൻസ് വന്നാൽ നോട്ട് സ്പാമാണ്. എന്നാൽ കറക്റ്റായിട്ട് ലേബൽ ചെയ്തിട്ടാണ് മോഡലിനെ ബിൽഡ് ചെയ്യണത്. അത് വെച്ച് ട്രെയിനിങ് ചെയ്തിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. This figure shows how supervised machine learning works. So the നമ്മളുടെ ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത് ലാബിൾഡ് ഡാറ്റ ആണ്. അതായത് കുറേ ഇൻപുട്ടുകൾ ഉണ്ടാകും, കുറേ ലാബിൾസ് ഉണ്ടായിരിക്കും. സോ അതിനെ റെക്ടാങ്കിളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. സർക്കിൾ, ദെൻ പോളിഗൺ, ഹെക്സഗൺ ആൻഡ് ട്രയാങ്കിൾ. ദെൻ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അപ്ലൈ ചെയ്തിട്ട് സൂപ്പർവൈസർ മെഷീൻ ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് മോഡലിനെ ബിൽഡ് ചെയ്യണം. ദെൻ ടെസ്റ്റ് ഡാറ്റ ആയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഫിഗറും സർക്കിളിൻ്റെ ഫിഗറും കൊടുക്കുമ്പോൾ അത് മോഡല് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്ത ട്രയാങ്കിളാണ്, ഇത് സർക്കിളാണ്. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പാം ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, പിന്നെ ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം, റെക്കമെൻഡേഷൻ എൻജിൻ, പ്രെഡിക്റ്റീവ് പ്രൈസസ് എക്സെട്ര. ദെൻ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറൈസ്ഡ് ഇൻപുട്ട് ഡാറ്റയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിരിക്കും, കാറ്റഗറി ആയിരിക്കും. എക്സാമ്പിൾ ഇപ്പോൾ സ്പാം ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, അതിൽ ഔട്ട്പുട്ട് ഒന്നല്ലേ സ്പാം മെയിലാണ് അല്ലെങ്കിൽ നോൺ സ്പാം മെയിലാണ്. അല്ലാതെ വേറൊരു വാല്യൂ അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, വേറെ രണ്ട് ക്ലാസ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ മാത്രമേ. So this model try to predict the correct level of input given input data. In classification, the model is fully trained using the training data, and then it is evaluated on test data before being used to perform prediction on nuanced data. Common classification algorithms are linear classifier, support method machine, decision tree, can nearest neighbor and random forest. Then regression problem എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു
വാല്യൂ ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഡ് ഓഫ് ക്ലാസിഫൈ ചെയ്യണതിന് വരെ ഒരു വാല്യൂ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതാണ് റിഗ്രഷൻ പ്രോബ്ലം. അത് യൂസ് ചെയ്യണത് ഇഫ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾ സച്ച് ആസ് വെദർ ഫോർകാസ്റ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. ഫോർ എക്സാമ്പിൾ ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ ദ പ്ലോട്ട് ഏരിയ ആയിരിക്കും. ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത് പ്ലോട്ട് ഏരിയ ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് ഹൗസ് പ്രൈസ് ഉണ്ടായിരിക്കും. സോ നമ്മളുടെ ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഹൗസ് പ്രൈസും ഇൻപുട്ട് വേരിയബിൾ പ്ലോട്ട് സൈസും പിന്നെ മറ്റേത് ഹൗസ് പ്രൈസാണ് ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ റിലേഷൻസിൻ്റെ വെച്ചിട്ട് നമ്മൾ വേറൊരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ മോഡൽ അതിനനുസരിച്ചിട്ട് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് റിഗ്രഷൻ. ദെൻ നെക്സ്റ്റ് വൺ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് എ മെഷീൻ ലേണിംഗ് ടെക്നിക് ഇൻ വിച്ച് models are not supervised using labeled training data set. Labeled training data set എന്നുണ്ട്. Instead, the model itself finds a hidden pattern and insight from the given data. That is, unsupervised learning is much similar as humans learn to think by their own experiences, which make it closer to real life. The goal of unsupervised learning is to find the underlying structure of data set, group the data according to similarity, and represent the data set in a compressed format. So, unsupervised learning labeled data ആയിരിക്കില്ല, unlabeled data ആയിരിക്കും. അതായത് ടാർഗറ്റ് ഇൻപുട്ട് ഡാറ്റയിൽ ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഇൻപുട്ട് വേരിയബിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. Natural language processing, image and media analysis, anomaly detection, customer segmentation, recommendation engine അങ്ങനത്തേലാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യണത്. പിന്നെ ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് റോ ഡാറ്റ കൊടുക്കണം, കുറേ ഇമേജസോ ഡാറ്റ ഉണ്ടാവും. ദെൻ അൽഗോരിതം അപ്ലൈ ചെയ്യണം. നമുക്ക് ഔട്ട്പുട്ടായിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് കിട്ടുക. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് എയിൽ സിമിലർ ഇമേജസിന് ഒരുമിച്ച് വയ്ക്കണം. ഡോഗിൻ്റെ സിമിലർ ആവുന്നുണ്ട് ഒരുമിച്ച് വയ്ക്കണം, കാറ്റിൻ്റെ സിമിലർ ആയത് വേറെ ഗ്രൂപ്പിൽ. പിന്നെ ഡോഗ് കാറ്റ് എന്ന് പറയുന്ന അങ്ങനെയായിട്ട് പ്രെഡിക്റ്റ് ചെയ്യില്ല, പകരം 2 ക്ലാസ് എ ക്ലാസ് ബി ആയിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ 2 ടൈപ്സാണ്, ക്ലസ്റ്ററിങ്, അസോസിയേഷനും. ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ആണ്. ക്ലസ്റ്ററിങ് ഈസ് എ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഒബ്ജക്റ്റ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് such the object with the most similarity remain into a group and less or no similarity within the object or another group. Cluster analysis find the commonality between the data object, categorize them as per the presence and absence of those commonality. Example, hierarchical clustering, Hamming clustering. Clustering എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻപുട്ട് ഇമേജസിനെ ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം, അതായത് ഗ്രൂപ്പ് ചെയ്യാം ഒബ്ജക്റ്റിനെ. സച്ച് ദ ഒബ്ജക്റ്റ് വിത്ത് ദ മോസ്റ്റ് സിമിലാരിറ്റി ബിലോങ് ടു സെയിം ഗ്രൂപ്പ്. ഒരേ ഗ്രൂപ്പിലുള്ളതിന് സിമിലാരിറ്റി കൂടുതലായിരിക്കും, അതേപോലെ 2 ഗ്രൂപ്പുകൾക്കിടയിൽ സിമിലാരിറ്റി വളരെ കുറവായിരിക്കും. അസോസിയേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യണത് യൂസർ ഫോർ ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഇൻ എ ലാർജ് ഡാറ്റാബേസ്. ഒരു ലാർജ് ഡാറ്റാബേസിലെ വേരിയബിൾസിൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അസോസിയേഷൻ യൂസ് ചെയ്യണത്. ഇത് ഡിറ്റർമൈൻ സെറ്റ് ഐറ്റം ദാറ്റ് occur together in a data set. The next one, semi-supervised learning, that falls between supervised and unsupervised learning. സൂപ്പർവൈസറിൻ്റെയും അൺസൂപ്പർവൈസറിൻ്റെയും ഇടയിൽ വരുന്നതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, വിച്ച് ഈസ് എ മെത്തേഡ് ദാറ്റ് യൂസസ് എ സ്മാൾ എമൗണ്ട് ഓഫ് ലാബിൾഡ് ഡാറ്റ ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് അൺലാബിൾഡ് ഡാറ്റ ടു ട്രെയിൻ എ മോഡൽ. ഒരു മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാൾ എമൗണ്ട് ഓഫ് ലാബിൾഡ് ഡാറ്റ, ലാബിൾഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ സൂപ്പർവൈസ്ഡ് ആണ്,
അൺലേബിൾഡ് ഡാറ്റ കൂടുതൽ, അൺലേബിൾഡ് ഡാറ്റ കുറച്ച്, ലേബിൾഡ് ഡാറ്റയും വെച്ച് ട്രെയിനിങ് ചെയ്യണ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. The goal of semi-supervised learning is to learn a function that can accurately predict the output variable based on input variable similar to supervised learning. Useful when there is a large amount of unlabeled data available, but it's too expensive or difficult to label all of it. So example, image classification, text classification, anomaly detection. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യണത് ഇപ്പോൾ കുറേ ഡാറ്റ സെറ്റ് ഉണ്ടാകുമ്പോൾ അതിന് ലാബിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഡാറ്റേനെ മാത്രം ലാബിൽ ചെയ്യും, ബാക്കി കുറേ ഉള്ളതിന് അൺലാബിൾഡ് ആവും. അങ്ങനത്തെ കേസിലാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ബേസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്, ഓർ റിവാർഡ് ബേസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. ഒരു ആക്ടിവിറ്റി ചെയ്ത് ഏജൻ്റ് ഉണ്ടായിരിക്കും, അതൊരു ആക്ഷൻ പെർഫോം ചെയ്യണം, ദെൻ അതിൻ്റെ റിവാർഡ് വെച്ചിട്ട് അതിൻ്റെ ആക്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഈസ് എ ഫീഡ്ബാക്ക് ബേസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക് in which an agent learns to behave in an environment by performing the action and seeing the result of action. For each good action, the agent gets positive feedback. For each bad action, the agent gets negative feedback or penalty. In reinforcement learning, the agent learns automatically using feedback without any labeled data. Reinforcement learning solves a specific type of problem where decision making is sequential and the goal is long term, such as gameplay, robotics, etc. The primary goal of agent in reinforcement learning is to improve the performance by getting the maximum positive reward. The agent learns with the process of hit and trial, and based on the experience, it learns to perform the task in a better way. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു റോബോട്ടിക് ഡോഗ് അതിൻ്റെ ലേൺ ഹൗ റോബോട്ടിക് ഡോഗ് ലേൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഹിസ് ആം. എല്ലാ AI ഏജൻറ്റും വർക്ക് ചെയ്യുന്നത് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. താങ്ക് യു.